ഓക്കെ, ഇപ്പൊ ഇന്ന് അടുത്തായിട്ട് നമുക്ക് ഡെലിവറി ഉള്ളത് മണ്ണാർക്കാടിലേക്കാണ്. നമ്മളെ സൈദലി സാറും അവരെ ഫാമിലിയാണ്, അവരെ സുഹൃത്തുമാണ് വന്നിട്ടുള്ളത്. നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് അവര് ഫോക്കസ് മോട്ടോഴ്സിലേക്ക് വരാനുള്ള കാരണങ്ങൾ, നമ്മുടെ സർവീസുകളൊക്കെ ചോദിച്ചു. എന്റെ പേര് സൈദലവി. മണ്ണാർക്കാട് കാരാകുർസി ആണ് താമസം. വാട്ടർ അതോറിറ്റിയിലായിരുന്നു, റിട്ടയർ ചെയ്തു. ആക്സിഡന്റ് റിട്ടയർ ചെയ്ത ആളാണ്. ഇത് എന്റെ മോൻ മുഹമ്മദ് റമീസ്, അവൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ഹൗസ് വൈഫാണ്, വളാഞ്ചേരി സ്വദേശിയാണ്, അതായത് മലപ്പുറത്തേരിയാണ്. സുഹൃത്താണ്, രാഷ്ട്രീയക്കാരനുമാണ്, നേതാവുമാണ്. സർവീസ് ഞാന് ഇപ്പൊ ഈ കാലയളവില് ഏകദേശം ഇപ്പോ ഞങ്ങളെ വണ്ടി ഇപ്പോ എനിക്ക് തുടക്കം ഒരു 800 എന്നാണ്. അതുപോലെ ഇപ്പൊ ഏകദേശം ഒരു 20 വർഷത്തോളമായി ഞാനൊരു 20 അല്ല അതിൽ കൂടുതൽ 25 വർഷമായി എനിക്ക് ഇത്രയും സർവീസിൽ. ഞാനൊരു വലിയത് പറയല്ല, ഇത്രയും നല്ലൊരു ഡീലിങ്സ് ഉള്ള ഒരു സ്ഥാപനം ഞങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ചരിത്രത്തിൽ ആദ്യം. ഇത്രയും എടുത്തതിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു വാഹനമാണ് ഞാൻ പുതിയ വണ്ടി എടുത്തത്, പുതിയ വാഹനം. ബാക്കിയെല്ലാം ഞങ്ങളെ കയ്യിലുണ്ടായിരുന്ന എല്ലാം സെക്കൻഡ് വാഹനങ്ങളായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഒരു ക്രിസ്റ്റ, അതായത് ഒരു 10 ദിവസം മുമ്പ് ഒരു ബാംഗ്ലൂർ യാത്ര ഉണ്ടായി. ക്രെറ്റയായിരുന്നു എൻ്റെ കയ്യിൽ. ആ വണ്ടിയോട് പോകുമ്പോൾ എൻ്റെ മോന് ഒരു വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ആഗ്രഹമാണ്, അവനൊരു ക്രിസ്റ്റ വേണം, ക്രിസ്റ്റയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂർ പോകുമ്പോൾ വെറുതെ ഒരു ആശയം, എടാ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ മോൻ ആദ്യം പറഞ്ഞത്, ബാബുജി പാണ്ടിക്കാട് ഒരു ഫോക്കസ് മോട്ടോഴ്സ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ 2 ദിവസം അധികം ബാംഗ്ലൂർ നിൽക്കാനുള്ള ഒരു ആവശ്യത്തിലാണ് പോയത്. പക്ഷേ ഈ വാഹനക്കമ്പം തലയിൽ കയറിയാൽ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വരാൻ ഉദ്ദേശിച്ചതിൻ്റെ ഒരു ദിവസം മുമ്പ് പറപ്പിട്ടു. ഏകദേശം ഈ നേരത്താണ് ഞങ്ങളോട്, അതായത് ആദ്യം വാഹനം കാണാൻ വരുന്നത് ഈ നേരത്ത്. അന്ന് നമ്മുടെ ഈ വാഹനത്തിൻ്റെ ആസാദില്ല, അദ്ദേഹം മാത്രമേ ഉള്ളൂ, പേര് ഷമിയും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഷമിയും പറഞ്ഞു, ഞങ്ങളെ ഒരു ചില ഇതുകളുണ്ട്, ഞങ്ങൾ ചില ഉദ്ദേശങ്ങൾ ഇന്ന രീതിയിലായിരിക്കണം ഒക്കെ എല്ലാം തീരുമാനിക്കുന്ന ഇവനാണ്, മോനാണ്. അവൻ പറഞ്ഞു വി ഓപ്ഷനായിരിക്കണം, കഴിയുന്നത് ഒരു മറ്റേ നേരിട്ട് NOC വഴി ഫസ്റ്റ് ഓണർ ആകേണ്ട ഒരു വണ്ടിയാണ് മനസ്സിൽ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഷമിയും പറഞ്ഞു ഈ ആഴ്ച തന്നെ വാഹനം വരും. അങ്ങനെ തൊട്ടടുത്ത ദിവസം ഷമിയും വിളിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഷമിയും ഫോട്ടോസും അതിന്റെ ഫുൾ ഹിസ്റ്ററി. സാധാരണ നമുക്ക് അതർ സ്റ്റേറ്റ് വണ്ടികളിൽ കിട്ടാത്ത ചില കാര്യങ്ങളാണ്. കാരണം എനിക്കറിയില്ല, കാരണം അതർ സ്റ്റേറ്റ് എടുക്കാൻ നല്ല പേടിയായിരുന്നു, കാരണം അതിൽ പല തട്ടിപ്പുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽസ് വളരെ സുതാര്യമായി തന്നപ്പോൾ വളരെ വിശ്വാസം. എൻ്റെ മോൻ ആദ്യം കണ്ടിട്ടുണ്ട് ഫോക്കസ് മോട്ടോഴ്സ് പാണ്ടിക്കാട്, ഇത് ആദ്യം പോലെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും ഞങ്ങളെ ആഗ്രഹത്തിൽ എത്തുകയാണെങ്കിൽ ഒരു വണ്ടി കിട്ടി. വളരെ സ്പീഡി ഡെലിവറി ആയി, പിന്നെ വളരെ നന്നായി വെൽ മെയിൻറ്റെയിൻ ചെയ്തു. ഞങ്ങൾ ഇത്രയും ഒരു ഫിനിഷിങ് ഉദ്ദേശിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയാണ് ഇത് വന്ന് കണ്ടുപോയത്, ഉദ്ദേശിച്ചില്ല. പിന്നെ ഡീലിങ്സിന്റെ കാര്യം, മറ്റു കാര്യം ഇപ്പൊ നമ്മൾ ഇടപാട് നല്ല രീതിയിൽ ഞങ്ങളൊരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ബാർഗെയിൻ ചെയ്തു. ആസാദ് ഞങ്ങൾക്ക് തരാവുന്ന റേറ്റിന്റെ ഏറ്റവും, ഞങ്ങളിപ്പോ ഈ വണ്ടിയുടെ മാർക്കറ്റിനേക്കാൾ ഒരു നല്ലൊരു ഇതിൽ, അതായത് ഒരു വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ഞങ്ങൾക്ക് വാഹനം തന്നിട്ടുണ്ട്. വളരെ തൃപ്തിയാണ്, വളരെ ഹാപ്പിയാണ്. ഇത് നിലനിൽക്കട്ടെ. പിന്നെ എൻ്റെ സുഹൃത്ത്, ഇദ്ദേഹം ഒരു വലിയ രാഷ്ട്രീയക്കാരനാണ്, ചെറിയ രാഷ്ട്രീയക്കാരനല്ല. ഇങ്ങനെയൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. അദ്ദേഹം വാഹന ഫീൽഡുമായിട്ട് വളരെ ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ വളരെ ഒരുപാട് വാഹനങ്ങൾ, അധികം പുള്ളി മലപ്പുറം ജില്ലയിലാണ് വരിക. അപ്പോൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും വണ്ടി വേണമെങ്കിൽ ഞാൻ ഇനി വരിക ആ അതിൻ്റെ അടുത്താണ് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും മൂപ്പര് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ചില ബന്ധങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ ഇളയച്ചനാണ് വളാഞ്ചേരിക്ക് എൻ്റെ ക്രെറ്റ കൊണ്ടുപോയത്. ഇളയച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു വാഹന ഫീൽഡുമായിട്ട് ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു സ്ഥാപനമുണ്ട്, ആവശ്യങ്ങൾ വരും. അപ്പം ഞങ്ങൾക്ക് നിങ്ങളൊരു വാഹനം തരുമ്പോൾ നാളെ പല വാഹനങ്ങളും മണ്ണാർക്കാട് ഭാഗത്തേക്കും വളാഞ്ചേരി ഭാഗത്തേക്കും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ഐശ്വര്യവും ഈ കച്ചവട സ്ഥാപനത്തിനുണ്ടാകട്ടെ എന്ന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. നിങ്ങളെ നല്ല സർവീസിന് ഞങ്ങൾ വളരെയധികം കടപ്പാടും നന്ദി രേഖപ്പെടുത്തുന്നു. ഇഷ്ടമായി, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ മേടിക്കുന്നത്. എന്നും വണ്ടിയിൽ കൊണ്ടിട്ടുള്ളൂ, ഇങ്ങനെ കൊണ്ടുപോലില്ല. അത് എന്നും ഞാൻ റമീസും പോയിട്ട് ഒരു വണ്ടി റോഡ് സൈഡിൽ നിന്ന് എടുത്തു വരലാണ്. കോഴിക്കോട് ഐശ്വര്യങ്ങൾക്ക് നേരുന്ന ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്.